ഹായ് ഓൾ വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് LSS GKയുടെ ഒരു ക്ലാസ് ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനും മലയാളം മീഡിയം സ്റ്റുഡൻസിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വതനിര ഏതാണ്? റിവേഴ്സ് ഓഫ് കേരള ഒറിജിനേറ്റഡ് ഫ്രം വെസ്റ്റ്. അപ്പോൾ എവിടെ നിന്നാണ് ഒറിജിനേറ്റഡ് ഫ്രം? എവിടെ നിന്നാണ്? ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ വെസ്റ്റേൺ ഗഡ്സ്. മലയാളം പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടമാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് എന്താണ്? പശ്ചിമഘട്ടമാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ നദികളുടെ എണ്ണം. നദികളുടെ എണ്ണം വരുന്നത് 44 കേട്ടോ. നമ്പർ ഓഫ് റിവേഴ്സ് ഇൻ കേരള 44 ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. റിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ എത്ര നദികളുണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എത്രയാ? അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് എഴുതിയെടുക്കുക കേട്ടോ. അടുത്തത്, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം. ഇതിൽ പടിഞ്ഞാറ്, അതായത് നമ്പർ ഓഫ് വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. അപ്പോൾ ഏതാണ്? വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്ന റിവേഴ്സ് 41 ആണ് കേട്ടോ. 41 അപ്പോൾ ഞാൻ പറഞ്ഞു, GKയുടെ ഓരോ ക്ലാസ്സസ് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ് ഇടുന്നത്. ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അടുത്തത്, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം. നമ്പർ ഓഫ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് 3 കേട്ടോ. 3 ആണ് അതിൻ്റെ ആൻസർ വരുന്നത് കിഴക്കോട്ട്. ടോട്ടൽ അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ പഠിച്ചു. ടോട്ടൽ 44, വെസ്റ്റിലേക്ക് 41, പിന്നെ നമ്മൾ ഈസ്റ്റിലേക്ക് 3 കേട്ടോ. അത് നോട്ട് ചെയ്യാം. അടുത്തത്, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? കബനി, ഭവാനി, പമ്പാർ. ഓക്കെ, അപ്പോൾ ആ 3 നോട്ട് ചെയ്യുക കേട്ടോ. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് കേട്ടോ, കബനി, ഭവാനി, പമ്പാർ. അപ്പോൾ അത് 3 നോട്ട് ചെയ്ത് വെക്കുക. കാരണം 3 മാത്രമാണ് കിഴക്കോട്ട് അല്ലെങ്കിൽ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് നോട്ട് ചെയ്ത് വെക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ലോങ്ങസ്റ്റ് റിവർ ഇൻ കേരള, പെരിയാർ. അപ്പോൾ നദികളുടെ ഭാഗത്ത് നിങ്ങളോട് ചോദിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ വിടാം കേട്ടോ. അത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് ഷോർട്ടസ്റ്റ് റിവർ ഇൻ കേരള. ഏതാണ്? മഞ്ചേശ്വരം പുഴ കേട്ടോ. മഞ്ചേശ്വരം റിവറാണ് കേട്ടോ. അപ്പം അത് നോട്ട് ചെയ്യാം. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി. അതും എന്താണ്? മഞ്ചേശ്വരം പുഴയാണ്. നോർത്തേൺ മോസ്റ്റ് റിവർ ഓഫ് കേരള, മഞ്ചേശ്വരം റിവർ. വടക്കേ അറ്റത്തുള്ള നദി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ ചെറിയ നദി. അടുത്തത്, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. തെക്കേ അറ്റത്ത് വരുന്നത് നെയ്യാറാണ്. സദേൺ മോസ്റ്റ് റിവർ ഓഫ് കേരള, നെയ്യാർ റിവർ ആണ് കേട്ടോ. സദേൺ മോസ്റ്റ് റിവർ ഓഫ് കേരള, നെയ്യാർ റിവർ. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല. കാസർഗോഡാണ് കേട്ടോ. ഡിസ്ട്രിക്റ്റ് വിത്ത് മോസ്റ്റ് റിവേഴ്സ് ഏതാണ്? കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത്. അപ്പോൾ അത് ഏതാ ജില്ല എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് നോട്ട് ചെയ്യണം? കാസർഗോഡാണ് ആൻസർ എന്ന് ഫിക്സ് ചെയ്യണം കേട്ടോ. അടുത്തത്, 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം. 11. 100 കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം 11.
അടുത്തത് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പ. റിവർ നോൺ ആസ് ദക്ഷിണ ഭഗീരഥി ഏതാണ്? പമ്പയാണ് കേട്ടോ. അടുത്തത് കേരളത്തിലെ മഞ്ഞ നദി. അതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ കേട്ടോ. യെല്ലോ റിവർ ഓഫ് കേരള കുറ്റ്യാടി റിവർ. യെല്ലോ റിവർ ഓഫ് കേരള കുറ്റ്യാടി റിവർ കേട്ടോ. അടുത്തത് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴയാണ് കേട്ടോ. റിവർ ഒറിജിനേറ്റിംഗ് ഫ്രം സൈലന്റ് വാലി തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് സൈലന്റ് വാലിയിൽ കൂടെ ഒഴുകുന്ന നദിയാണ് കേട്ടോ കുന്തിപ്പുഴ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. റിവർ ഫ്ലോയിങ് ത്രൂ സൈലന്റ് വാലിയും ആണ്. നെക്സ്റ്റ്, അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ കേട്ടോ. സ്മോളസ്റ്റ് റിവർ ഫ്ലോയിങ് ഇൻ ടു അറേബ്യൻ സീ രാമപുരം റിവർ. രാമപുരം റിവർ ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നദികളെ പറ്റിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് എഴുതുക, ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് വെച്ച് പഠിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് LSSന് നല്ല രീതിക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനിയും തുടങ്ങാത്തവർ ഇനിയെങ്കിലും പഠിച്ച് തുടങ്ങുക, പ്രാക്ടീസ് ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻസ്. താങ്ക്